ഹൈ ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. അങ്ങനെ ജംഗൊക്കെ പഠിച്ച് പറയാൻ തുടങ്ങി. നിങ്ങളിവിടെ പോകാൻ പാടില്ല, നമുക്ക് രണ്ടുപേർക്ക് കല്യാണമാണ് നാളെ. അങ്ങനെ പറഞ്ഞു. എന്ത് നാളെ കല്യാണമാണോ? നിങ്ങൾ എങ്ങനെ വാമ്പയർ ഹ്യൂമണിക്ക് എങ്ങനെ കല്യാണം പറഞ്ഞിട്ട് ജെൻ മാജിക് യൂസ് ചെയ്ത് അവർ രണ്ടുപേരും മയക്കി. ശരി, അങ്ങനെ വല്ലിട്ട് അവരെ മാജിക് യൂസ് ചെയ്ത് വല്ലിട്ട് കെട്ടി ഉറങ്ങിയായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ ഉറങ്ങിയായിരുന്നു. രണ്ടുപേർക്ക് മാജിക് അതെ ഫുൾ കെട്ടിയിട്ടായിരുന്നു. അങ്ങനെ കൊണ്ട് അവർക്ക് ഒന്നും എണീക്കാൻ പറ്റില്ല. കണ്ണ് കുറച്ച് നേരം കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ കെട്ടിയിട്ടില്ലേ? അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ജംഗുക്ക് ജിൻ പ്ലാൻ ചെയ്ത് തുടങ്ങി. അതെ, മാരേജ് കഴിക്കാൻ എന്തായാലും മാരേജ് കഴിച്ച് പറ്റും, ഇല്ല ഇവിടെ പോയി ഇവിടുന്ന്. അങ്ങനെ ജംഗുക്കും ജിന്നും ഒരു പ്ലേസിൽ പോയി അവരോട് പറയാൻ തുടങ്ങി. ശരി, അങ്ങനെ ഡ്രിക്കേഴ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ജംഗുക്ക് അങ്ങനെയായിട്ട് അവരും ഉണർന്നു. അങ്ങനെ അവർക്ക് ഫുഡ് കൊടുക്കാം. രണ്ടുപേര് വായിക്ക് ഫുഡ് കൊടുത്തായിരുന്നു. മാജിക് യൂസ് ചെയ്ത് ഫുഡ് കൊടുത്തു. ഫുഡ് അവർ കഴിച്ച് അവിടേക്ക് ഇറങ്ങി. അവർക്ക് ഉറക്കുമായിരുന്നു. അങ്ങനെയായിട്ട് അവർ രണ്ടുപേര് കഴിച്ച് ഇറങ്ങി. രാവിലെ മാരേജാണ്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. എന്ത് മാരേജാണോ? റോസ്, നമ്മൾ മാരേജ് മാരേജ് എനിക്ക് മാത്രമല്ല, എനിക്കില്ലല്ലേ. ഡ്രസ്സ് അവിടെ നോക്ക്, അതുമാണല്ലോ. ശരിയാണല്ലോ ഇനി പറഞ്ഞ. അതെ. അതിനായിട്ട് രണ്ടുപേർക്കും മാരേജും ആയി. രണ്ടുപേർ റോസൊക്കെ ഷാഡായി. അയ്യോ, ഞാൻ ഫോട്ടോ ജൊല്ലി വിട്ടത് പണി. എനിക്ക് റിയൽ മാരേജ് ആയി. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോയി. അങ്ങനെ കൊണ്ട് റോസും പറയാൻ തുടങ്ങി. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയി പെട്ടു, എൻ്റെ അച്ഛൻ അമ്മയില്ല, കണ്ടിട്ടായിട്ട് ഇടുവെന്ന് സാഡായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ജംഗുക്ക് പറയാൻ തുടങ്ങി. അതെ, നമുക്ക് പോവാം. അത് മുമ്പ് അങ്ങനെയായിട്ട് അവർ പറയുന്നത് ഹീറോയിന്മാർക്ക് കുറച്ച് ടെൻഷനായി. അങ്ങനെ രണ്ടുപേരും ഒച്ചവിടെ പറയാനാക്കി. നിങ്ങളിതിന് കല്യാണം കഴിച്ചു, എൻ്റെ വീട്ടിൽ അച്ഛനും ഞാനില്ലാതെ എത്ര വിഷമിക്കുമെന്ന് സാഡായിട്ട് പറയാൻ. ശരി, ഓക്കെ. അങ്ങനെ ഞാൻ അവിടേക്ക് പോയി. അങ്ങനെ അച്ഛൻ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ നടന്ന കാര്യം. അങ്ങനെ ലവ് ചെയ്യുന്നു. അങ്ങനെ മാരേജ് കഴിച്ചത് പറഞ്ഞില്ല. ഒരു വാമ്പയർ കല്യാണം നടന്നതിൽ. അങ്ങനെയായിട്ട് അവിടെ ട്രഡീഷണൽ മാരേജും നടന്നു. അങ്ങനെ രണ്ടുപേർ ട്രഡീഷണലായിട്ട് മാരേജ് നടന്നു. റോസ് ക്രിസ്ത്യൻ. അങ്ങനെ ക്രിസ്ത്യൻ സൈസ് പ്രിയാക്കും 5 സൈസ് മാരേജ്, 2 സൈസ് മാരേജ് നടന്നു. രണ്ടുപേർ അച്ഛനമ്മയോട് പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ ആ പാലസിൽ രണ്ടുപേർ വന്നു. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി. അതെ ജംഗുക്ക് ഇവിടെ എല്ലാം അങ്ങനെ ആ ട്രീയിൽ കുറച്ച് ഭംഗിയായിട്ട് ഫ്ലവേഴ്സും എല്ലാം ഇത് തുടങ്ങി. അങ്ങനെ രണ്ടുപേർ കുട്ടികളെ കൂടെ കളിക്കാൻ തുടങ്ങിയായിരുന്നു. ജംഗുക്ക് പറയാൻ തുടങ്ങി. കുട്ടികളാ, ഇതാരേ കുട്ടികൾ? ജംഗുക്ക് ഒച്ചുണ്ടാക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് എല്ലാവരും ടെൻഷനായി. അടുത്തൊരു പടിയാൾ, രാജാവേ എന്തു പറ്റി? ഇതാരാ കുട്ടികൾ? അത് കുട്ടികൾ. എൻ്റെ കൊടി വന്നു, അത് പിടിച്ചു. അത് കുട്ടികളായിരുന്നു. ജംഗുക്ക് കേട്ടു. ഇതേത് കുട്ടികളെന്ന് ജംഗുക്ക് മിരട്ടി കേൾക്കാൻ തുടങ്ങി. ഹ്യൂമൻ കുട്ടികൾ. ജംഗുക്ക് ഹ്യൂമൻ പോവലല്ല. എങ്ങനെ ഇവിടെ എങ്ങനെ കുട്ടികൾ ഇവിടുന്ന്? ജംഗുക്ക് നടന്ന കാര്യം ഹീറോയി പറയാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയിരുന്നു. 4-5 ഗുണ്ടേഴ്സ് വന്നായിരുന്നു. ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ നടന്ന കാര്യമാണ്. ശരി, ഓക്കെ. ആ ഗുണ്ടേഴ്സോട് ഞങ്ങളിവിടെ കെട്ടി വെച്ചിന്. അങ്ങനെ എവിടെ നോക്കുക? അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരും അടിച്ച് മൂക്ക് വായെല്ലാം ഒടിച്ച് വെച്ചിരുന്നു. 4 ഗുണ്ടന്മാർ കണ്ണൊക്കെ മുളക് വെട്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ബോധം കെട്ടി. കുറച്ച് പേര് ബോധം കെട്ടിയിട്ടുണ്ട്. കുറച്ച് പേര് മുളകെന്ന് കണ്ണ് കുറിഞ്ഞ് അവിടെ ആ സൈഡ്. അങ്ങനെ കുറച്ച് റൂൾ സൈഡ് ആ തുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ജംഗുക്ക് മാജിക് യൂസ് ചെയ്ത് അങ്ങനെ കെട്ടിയിട്ട് റൂമിലെടുത്തിട്ട് വന്ന് ജംഗുക്ക് പിടിച്ചവരെ കണ്ണു ഇപ്പോൾ അവർ നോർമൽ ചെയ്തു. അങ്ങനെ ബോധം വന്ന് കുറച്ചാൾ കെട്ടിയെടുത്ത്. ഞങ്ങളെവിടെ? നിങ്ങളാരാ? ശരിടാ, നീ സത്യം പറ, നിങ്ങൾ ആരയച്ചത്? സാറേ, എന്നെ വിട്ടു സാർ, എന്നെ ചേട്ടാ സാർ. ഇപ്പോൾ ഡേവിഡ് പറഞ്ഞു സാർ, കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ ഇവർക്ക്. അങ്ങനെ ആയിട്ട് ജംഗുക്ക് രണ്ടുപേര് പോയി. അങ്ങനെ 4 പേര് പോയി ആ സിറ്റിയിലാക്കി. അച്ഛനമ്മ എല്ലാവരും ഡാൻസ് ബാ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ കുട്ടികളെല്ലാം രജിസ്റ്റർ കൊണ്ട് നന്ദി പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ ഹീറോയിന്മാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡാൻസ് ജംഗുക്കും ജിമ്മിക്ക് താങ്ക് യു പറഞ്ഞ് അവർ പോയി. ശരി, ഓക്കെ. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ജംഗുക്ക് ജിൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫീസിൽ ജോബ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പോകട്ടെ പ്ലീസ്? ശരി, ഓക്കെ. നിങ്ങൾ പോയി. എന്ത് പ്രശ്നമുണ്ടോ എന്നോട് ശരിക്കും പറയണം. ശരി, ഓക്കെ. അങ്ങനെ രണ്ടുപേരും ഓഫീസിൽ കമ്പനിക്ക് പോയി. ആ കമ്പനി പറഞ്ഞ ഫാഷൻ ഡിസൈനർ കമ്പനിയായിരുന്നു. റോസ് ഫാഷൻ ഡിസൈൻ ഉണ്ടാക്കുന്ന ഷോപ്പിൽ ജോയിൻ ചെയ്തു. അങ്ങനെയായിട്ട് രണ്ടുപേർ പ്രിയ പറഞ്ഞ
രണ്ടുപേർ റോസും പ്രിയ ഒരേ കമ്പനിയിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് ജോലി ചെയ്തായിരുന്നു. അവിടുത്തെ സിഒക്ക് ഈ പ്രിയാൻ്റെ മേലെ കണ്ണുണ്ടായിരുന്നു. അതെ, അവിടുത്തെ സിഒ പറയാൻ തുടങ്ങി, സാർ എന്തു പറ്റി സാർ? സിഒനോട് ഒരാൾ പറഞ്ഞു, സിഒ സാർ 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 എൻ്റെ ഗേൾ ഫ്രണ്ട് പുറകിൽ നിങ്ങൾ സൈറ്റ് അടിക്കേണ്ട സാർ. ഗേൾ ഫ്രണ്ടാ? നീ ആരാ പറയുന്നത്? ഞാൻ റോസിന് പറഞ്ഞു. അവളെ നീ സൈറ്റ് അടിച്ചോടാ, അവളെ നീ കറച്ചതോ? എനിക്ക് പ്രിയാനെ ഇഷ്ടപ്പെട്ടു സാർ. അവർക്ക് മാരേജ് ആയില്ല സാർ. എന്ത് മാരേജ് ആയോ? അതെ സാർ, അവൾക്ക് ഔട്ടിലേത് കാണുന്നു സാർ. അങ്ങനെയായിട്ട് അവർ പറഞ്ഞു, അത് സാറില്ല, അവളുടെ ഹസ്ബൻഡ് ഉണ്ട്, എന്താ പറയുക, എനിക്ക് എന്താ വേണം. അങ്ങനെ ഇത് വാശിയുടെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. റോസ്, പ്രിയ, നിങ്ങൾക്ക് ഞാനൊരു ജോലി തരാം, നിങ്ങൾ രണ്ടുപേരും കറണ്ട് ഇവിടെ ചോദിച്ച് ജോലി ചെയ്യും, മാത്രം നിങ്ങൾ ആര് വെസ്റ്റ് എന്ന് പറയാം. അങ്ങനെയായിട്ട് സിഒൻ്റെ സെക്യൂരിറ്റി രണ്ടുപേർക്ക് ജ്യൂസിലൊന്ന് കളിക്ക് കൊടുത്തു. അങ്ങനെ അവർ കുടിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം രണ്ടുപേരും ഡ്രാക്ക് ഐസ്, രണ്ട് കണ്ണ് നോക്കിയാണ് മൊറ അതെ, ഇങ്ങനെ രണ്ടും ഉണ്ടായിരുന്നു. രണ്ട് കണ്ണ് ഇങ്ങനെ മുറയ്ക്കായിരുന്നു. എന്നിട്ട് ആ സെക്യൂരിറ്റി കടുപ്പായി. രണ്ടിടത്ത് രണ്ട് കണ്ണുകളുണ്ട്. അതിന് ആ സെക്യൂരിറ്റിക്ക് പൊളി കിട്ടി. അങ്ങനെയായിട്ട് അവർക്ക് ഇങ്ങനെ മയങ്ങി വീണു. അങ്ങനെയായിട്ട് സിഒനോട് പറയും, സിഒ അങ്ങനെയായിട്ട് രണ്ടുപേർ മയങ്ങി വീണു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് എണ്ണിച്ചു. അങ്ങനെ ആ ഗേളോട് ആ സെക്യൂരിറ്റി ഇങ്ങനെ ബ്ലാക്ക് ടച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സിഒൻ്റെ ബോസ് സെക്യൂരിറ്റിൻ്റെ കണ്ണത്തേക്ക് റോസ് ഇട്ട് പൊളി. എന്താടാ, എന്നെ വേണോടാ? വേണോ? അങ്ങനെയായിട്ട് ആ സെക്യൂരിറ്റി പളന്നിട്ട് പൊളി. അങ്ങനെ ആ സെക്യൂരിറ്റി പ്രേതമരാക്കി സെക്യൂരിറ്റിനെ പേടിപ്പിച്ച് മയക്കി. ആ സെക്യൂരിറ്റി മയങ്ങി വീണു പോയി. അതുമാത്രമല്ല, സിഒക്കും അതേ ഇങ്ങനെ അടിച്ച് സെമൻറ്റി ചെയ്തു. അങ്ങനെയായിട്ട് സിഒ മയങ്ങി വീണ് പോയി. അങ്ങനെ പേടിച്ച് പോയി. അങ്ങനെ രാവിലെ എണിച്ച് വന്ന് നോക്കും വീട്ടിലാണുള്ളത്. അങ്ങനെ ഒരു ഓഫീസിൽ പോകാൻ നോക്കി. ഓഫീസിലെ സിഒമാർ ഫോൺ ചെയ്ത് രണ്ടുപേർ സിഒ പറഞ്ഞ് സെക്യൂരിറ്റി ചെന്ന് നിങ്ങൾക്ക് ജോലിയില്ല പോയി. നടന്ന കാര്യം പറഞ്ഞ് അവർ പോയി എന്ത് ചെയ്യാം? രണ്ടുപേർക്ക് പണി വന്നു. അങ്ങനെ അവിടുന്നായി ഹാപ്പി എൻഡിങ്.